കഴിഞ്ഞ ദിവസത്തെ കനത്ത നഷ്ടത്തിന് ശേഷം വീണ്ടും ഹരിതാഭമായ വിപണികൾ. സെൻസെക്സ് 336 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,150-ൽ. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾക്കും നേട്ടം. അദാനി പോർട്സിനും അദാനി എന്റർപ്രൈസസിനും ഹീറോ മോട്ടോകോർപ്പിനും നേട്ടം. നഷ്ടം രേഖപ്പെടുത്തി ബാങ്കിംഗ് മേഖല. ഏറെക്കാലമായി നിർത്തിവച്ചിരുന്ന സെൻസസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തുമെന്ന ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട്. രാജ്യത്തെ സാമ്പത്തിക വിവരങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും നീക്കം. ജനസംഖ്യാ കണക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പ്രധാനമന്ത്രിയുമായി കഴിഞ്ഞ ഒരു മാസമായി ചർച്ച നടത്തുന്നു. ഉപഭോക്തൃ സർവേ അടക്കം സർവേകളും പുനരാരംഭിക്കും. രാജ്യത്ത് ലിംഗ അസമത്വം കുറയുന്നുവെന്ന് UNDP റിപ്പോർട്ട്. ലിംഗ അസമത്വ സൂചികയിൽ നില മെച്ചപ്പെടുത്തി ഇന്ത്യ. സൂചിക തയ്യാറാക്കിയത് പ്രത്യുൽപാദന ആരോഗ്യം, ശാക്തീകരണം, തൊഴിൽ വിപണി എന്നീ മാനദണ്ഡങ്ങൾ പ്രകാരം. 193 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 108-ാം സ്ഥാനത്ത്. 2021-ൽ ഇന്ത്യ 122-ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് സ്ഥിരമായി മെച്ചപ്പെട്ടെന്ന് UNDP. സൂചികയിൽ ഒന്നാമത് ഡെൻമാർക്ക്. രാജ്യത്ത് ടെലിവിഷൻ സെറ്റുകളുടെ വില ഏപ്രിൽ മുതൽ കൂടുമെന്ന് റിപ്പോർട്ട്. TV നിർമ്മാണത്തിനുള്ള ഓപ്പൺ സെല്ലുകളുടെ വിലവർധന തിരിച്ചടിയാകും. 2024-ൽ വരുന്ന രണ്ടാമത്തെ വിലവർധനയിൽ TV സെറ്റുകൾക്ക് 10% വരെ വില കൂടുമെന്ന് നിർമ്മാതാക്കൾ. ഓപ്പൺ സെൽ വിലക്കയറ്റം നിർമ്മാണ ചെലവ് 8% വരെ കൂട്ടുമെന്നും വിൽപ്പന വിലയെ ബാധിക്കുമെന്നും വീഡിയോ ടെക്സ് മേധാവി. ആയുഷ്മാൻ ഭാരതിന്റെ ഡിസൈനും നടപ്പാക്കലും അവലോകനം ചെയ്യാൻ കമ്മിറ്റി രൂപീകരിച്ചു കേന്ദ്ര സർക്കാർ. 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. സ്കീം ഫണ്ടിങ്ങും സാമ്പത്തിക സുസ്ഥിരതയും അടക്കം സമിതി വിലയിരുത്തും. പദ്ധതിയുടെ നടത്തിപ്പിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പങ്കാളിത്തവും ഉത്തരവാദിത്തവും അവലോകനം ചെയ്യാനും നിർദ്ദേശം. നടത്തിപ്പ് സമയത്ത് തട്ടിപ്പും ദുരുപയോഗവും തടയാനും പദ്ധതി കരുത്തുറ്റതാക്കാനുള്ള നിർദ്ദേശവും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. ഒരു വ്യക്തിക്കോ കുടുംബാംഗങ്ങൾക്കോ ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് പദ്ധതി. അമേരിക്കയുടെ ടിക്ടോക്ക് നിരോധന ശ്രമങ്ങളെ വിമർശിച്ച ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. ടിക്ടോക്ക് ദേശീയ സുരക്ഷ ലംഘിച്ചതിന് തെളിവില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ്. കമ്പനിയെ തകർക്കാൻ ഭരണകൂട അധികാരം അമേരിക്ക ദുരുപയോഗം ചെയ്യുന്നുവെന്ന് വാങ് വെൻബിൻ. ടിക്ടോക്കിന്റെ US ഉപഭോക്തൃ വിവരങ്ങൾ ചൈനീസ് സർക്കാരിന് കൈമാറുമെന്ന ആശങ്കയിൽ അമേരിക്കയിലെ നിയമസഭാ സാമാജികർ. കഴിഞ്ഞ ദിവസത്തെ കനത്ത നഷ്ടത്തിന് ശേഷം ഇന്ന് ഓഹരി വിപണികൾ പച്ചത്തിളക്കത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സും നിഫ്റ്റിയും ഉയർന്നാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്കിംഗ് മേഖല ഇന്ന് നഷ്ടത്തിലായിരുന്നു. പക്ഷേ മിക്ക മേഖലകളും ഇന്ന് നേട്ടത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ദേശീയ ഓഹരി വിപണിയുടെ ക്ലോസിംഗ് നോക്കിയാൽ 153 പോയിന്റ് ഉയർന്ന് 22,151-ലായിരുന്നു ഇന്നത്തെ ക്ലോസിംഗ്. ബാങ്കിംഗ് മേഖല തകർച്ചയിലായിരുന്നു. 156 പോയിന്റ് താഴ്ന്ന്. ഫൈനാൻഷ്യൽ സർവീസ് സെക്ടറും നേരിയ ഇടിവിലായിരുന്നു. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സ് 335 പോയിന്റ് ഉയർന്ന് 73,097-ലായിരുന്നു ഇന്നത്തെ ക്ലോസിംഗ്. അതേപോലെ തന്നെ ഡോളർ രൂപ വിനിമയ നിരക്ക് നോക്കിയാൽ വീണ്ടും ഡോളർ കരുത്താർജിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതുവരെ രൂപയായിരുന്നു നേട്ടത്തിൽ. ഡോളർ ഇപ്പോൾ 6 പൈസ നേട്ടത്തിൽ 82 രൂപ 85 പൈസ എന്ന നിലയിലാണ് വ്യാപാര അവസാനം നമ്മൾ കാണുന്നത്. ശ്രീ പ്രിൻസ് ജോർജ് ഉണ്ട്, MD DBFS നമ്മോടൊപ്പം. ശ്രീ പ്രിൻസ് ജോർജ്, ഗുഡ് ഈവനിങ് എന്ന് തന്നെ പറയാം. കാരണം മാർക്കറ്റിൽ നിന്ന് വീണ്ടും ആ റെഡൊക്കെ മാറിയിട്ട് പച്ചയായിരിക്കുന്നു. ബാങ്കിങ് ഒഴികെയുള്ള ബാക്കിയുള്ള മേഖലകളൊക്കെ അതിജീവിച്ചു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഏറ്റവും അധികം നഷ്ടം നേരിട്ട മിഡ് ക്യാപ് സ്മോൾ ക്യാപ് വീണ്ടും ഒരു ഉയർച്ചയിലേക്ക് വന്നു. അപ്പോൾ നിക്ഷേപകരുടെ ഒരു ആശങ്കയൊക്കെ മാറി വരുന്നു എന്ന് പറയാനാവുമോ? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. ഇന്നലത്തെ ഒരു ദിവസത്തെ ആളുകൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ശരിക്കും ഒരു റിലീഫിന്റെ ദിവസമായിരുന്നു. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിക്കവറി, അതായത് ലോവർ ലെവലിൽ രാവിലെ മാത്രമേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തുള്ളൂ. അതിനുശേഷം റിക്കവർ ചെയ്തു. 200 പോയിന്റോളം പ്ലസ്സിൽ നിഫ്റ്റി വന്നിരുന്നു. 22,200 എന്നുള്ള ലെവലിൽ വന്നിരുന്നു. ഒരു 50 പോയിന്റ് താഴ്ന്ന് ക്ലോസിംഗിൽ പോലും 150 പോയിന്റ് പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ച പോലെ മിഡ് ക്യാപ് ഓഹരികളിലും നല്ല രീതിയിലുള്ള റിക്കവറി ഉണ്ടായി. ഇതെല്ലാം സാധാരണ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്, നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു വലിയ ഷാർപ്പ് സെൽ ഓഫിന്റെ ഒരു ഷോർട്ട് കവറിംഗ് റീബൗണ്ട് എന്നുള്ളത് മാത്രമായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. ആക്ച്വൽ ട്രെൻഡ് വരും ദിവസങ്ങളിലെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് നാളെ വളരെയേറെ ഡേറ്റ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. നാളെ ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ഡേറ്റ, അതായത് ഈ ബോണ്ട്, ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ അത് എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന് പറയാനൊക്കത്തില്ല, അത് വരുന്നുണ്ട്. അതോടൊപ്പം സെബിയുടെ സ്ട്രെസ്
സ്ട്രെസ് ടെസ്റ്റ് ഉണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടുകളുടെ അത് ഈ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് ഓഹരികളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ വളരെ വോളറ്റൈൽ ആയിരിക്കും മാർക്കറ്റ്. അഡ്വാൻസ് ടാക്സ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ നാളെ മിക്കവാറും ഈ ട്രെൻഡ് അറിയാൻ സാധിക്കും. ഇവിടെ നിന്ന് കാര്യമായിട്ടുള്ള ഒരു സെൽ ഓഫ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ 21,800 വരെ ടെക്നിക്കൽ അനലിസ്റ്റുകളും മറ്റുമൊക്കെ ഒരു ലെവലായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു 400 പോയിന്റ്സിന്റെ സെൽ ഓഫിനുള്ള പോസിബിലിറ്റി പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇന്ന് റിലീഫ് ഉണ്ടായി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിക്ഷേപവുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് പണം നേടാനൊരു അവസരമുണ്ട്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പേജുകളിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് വ്യൂവിൻ്റെ കാർഡിന് താഴെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായി ഉന്നയിക്കാം. മികച്ച ചോദ്യത്തിന് അല്ലെങ്കിൽ ആ ചോദ്യകർത്താവിന് ഒരു ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി അതിനുള്ള അവസരമുള്ളത്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാകുന്നു. ഇനി ഒരു ഇടവേളയാണ്. നമസ്കാരം.